ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്റ്റീഫൻ ആൻ്റണി കല്ലറയ്ക്കൽ. ഞങ്ങൾ രണ്ടാമത് കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ എക്സലൻസ് അവാർഡിൻ്റെ ഒരു അനൗൺസ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. നമ്മൾ ഈ വർഷം കഴിഞ്ഞ 2022 മുതൽ ഞങ്ങൾ നടത്തി വരുന്ന ഒരു യാത്രയുടെ തുടർച്ചയാണ് ഈ ഒരു അവാർഡ് ഫംഗ്ഷനും ഈ ഒരു ഫൗണ്ടേഷനും. കഴിഞ്ഞ വർഷം നമ്മൾ 5 പേർക്കാണ് അവാർഡ് കൊടുത്തത്. ഈ വർഷം ഏറെക്കുറെ ടോട്ടൽ 100-ൽ കൂടുതൽ കുട്ടികൾക്കും ആണ് അവാർഡ് കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു പ്രധാന അവാർഡുണ്ടായിരുന്നു, ഇപ്രാവശ്യത്തെ മാധ്യമ അവാർഡ് നമ്മുടെ മിസ്റ്റർ സിറാജ് കാസിമിനാണ്, ബ്യൂറോ ചീഫ് മാതൃഭൂമി. അതല്ലാതെ നമ്മളൊരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ മാസം പാലക്കാട് വെച്ച് നമ്മുടെ ഡോക്ടർ PK രാജഗോപാൽ അദ്ദേഹത്തിൻ്റെ നവതിയോട് ആഘോഷത്തോട് അനുബന്ധിച്ച് നമ്മൾ പാലക്കാട് വെച്ചത് ഓൾറെഡി കൊടുത്തു. ബാക്കിയുള്ള അവാർഡുകളെല്ലാം ഈ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചാക്കോളാസിൽ പെർഫോം ചെയ്ത 5 കുട്ടികൾക്കാണ് അവാർഡുള്ളത്. പിന്നെ ഖേലോ ഇന്ത്യയിൽ ഗേൾസിൻ്റെ 4 ടീംസ് ഉണ്ട്. ആ 4 ടീമിന് അവാർഡുണ്ട്, അവരുടെ കോച്ചിനുമുണ്ട് അവാർഡ്. അതല്ലാതെ 3 സ്പെഷ്യൽ അവാർഡുകളുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ രാജഗോപാലിൻ്റെ അവാർഡ്. രണ്ടാമത്തെ അവാർഡ് ജോബി മാത്യുവിനാണ്. ജോബി മാത്യൂസ് നമുക്കറിയാം, ഒളിമ്പിക്സിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഖേലോ ഇന്ത്യയിൽ ഗോൾഡ് മെഡൽ നേടിയ ജോബി മാത്യു. അല്ലാതെ ഒരു 17 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലൊരു റൈസിംഗ് സ്റ്റാറുണ്ട്, അദ്ദേഹത്തിൻ്റെ തമീന ഫാത്തിമ, അദ്ദേഹത്തിനാണ് സ്പെഷ്യൽ അവാർഡുള്ളത്. അങ്ങനെ ടോട്ടൽ നമ്മൾ 22 വിഭാഗത്തിലായിട്ട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഇത് ഓഗസ്റ്റ് 9 അങ്കമാലി ഡീപോൾ ഡിസ്റ്റിൽ വെച്ചിട്ടാണ് ഇത് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നത്, നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററാണ് ചീഫ് ഗസ്റ്റായിട്ട് എത്തുന്നത്. അങ്കമാലി MLA, ആലുവ MLA, ചാലക്കുടി MP, അതുപോലെ ഒരുപാട് സ്പോർട്സിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു പ്രോഗ്രാമിന്. റിപ്പോർട്ടുകൾ ശേഖരിച്ച് അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തിയായിരിക്കും വരും വർഷങ്ങളിൽ നമ്മൾ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. കാരണം ഈ വർഷം ഞങ്ങൾ ക്ഷണിക്കുകയായിരുന്നു, അവാർഡിന് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിക്കുകയായിരുന്നു. അപ്പോൾ ഈ അടുത്ത പ്രാവശ്യം പോലെ അങ്ങനെ ഒരു നടപടി ഉണ്ടാവില്ല. ഞങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് അതിൽ നിന്ന് ബെസ്റ്റായി തോന്നുന്നത്, നമ്മുടെ പ്രൈം ലക്ഷ്യം ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോളാണ്. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ലേഖനങ്ങൾക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾസുകൾക്കായിരിക്കും നമ്മൾ അവാർഡിന് വേണ്ടി പരിഗണിക്കുക. പിന്നെ നമ്മുടെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഗ്രൗണ്ടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവർ ലഹരിയിലേക്ക് പോകുന്നത് വളരെ കുറയും. അതൊരു വലിയ ഒരു മാറ്ററാണ്. അപ്പോൾ അതൊക്കെ കാര്യമായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പഴയ കായിക താരങ്ങളെ, പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങളെ പരിചയപ്പെടുത്താൻ ഈ പുള്ളിയുടെ സംരംഭം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അത് ഈ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ 2-3 വർഷമായിട്ട് ഈ പഴയ മുൻ താരങ്ങളെ ആരും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്ത ആൾക്കാരെ പരിചയപ്പെടുത്താനായിട്ട് ഈ സംരംഭം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കോച്ചിങ് ക്യാമ്പുകൾ നടത്തുന്നിടത്ത് പോയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാനും, അപ്പോൾ ഫുട്ബോളിന് വേണ്ടി ധാരാളം ഒരു സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞങ്ങളെല്ലാം സഹകരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.